നമസ്കാരം. ആരോഗ്യമന്ത്രി പറഞ്ഞ നട്ടാൽ കുരുക്കാത്ത നുണ പ്രചരിപ്പിച്ച് CPM കേരളം മുഴുവൻ അക്രമം നടത്തുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മന്ത്രിയും സ്പീക്കറും മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും പച്ചക്കള്ളമാണ് പറഞ്ഞതെന്ന് കേരളത്തിന് ബോധ്യമായി. ആരോഗ്യമന്ത്രിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ജനം ചിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പുതുയുഗ യാത്രയുടെ ഭാഗമായി അടൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതുയുഗ യാത്രയുടെ പ്രചാരണ ബോർഡുകൾ തകർത്ത് UDF പ്രവർത്തകരുടെ വാശി കൂട്ടി തന്നതിന് നന്ദിയെന്നും അദ്ദേഹം പരിഹസിച്ചു. കേരളത്തിലെ മുന്നോട്ട് വരുന്നത് എല്ലാ മാധ്യമങ്ങൾക്കും അറിയാം. ഒന്ന് തെളിയിക്കും മെഡിക്കൽ പ്രൊഡക്റ്റിന് പരിക്ക് പറ്റുന്ന മെഡിക്കൽ പ്രൊഡക്റ്റ് ആക്ഷേപിച്ച് വെറുതെ അബദ്ധം പറയല്ലേ, കൈകളിയാണെന്ന് വെച്ചിട്ട് അബദ്ധം പറയല്ലേ, മീറ്റിംഗിലോ കിട്ടും ഈ പത്രസമ്മേളനത്തിൽ അബദ്ധം പറയല്ലേ. മെഡിക്കൽ പ്രൊഡക്റ്റിന് എവിടെയാണ് അവർക്ക് പരിക്ക് പറ്റുന്നത്, അല്ലെങ്കിൽ ആക്രമണത്തിൽ പരിക്ക് പറ്റുന്നത് മെഡിക്കൽ പ്രൊഡക്റ്റിന്. ഈ സംഭവങ്ങളൊക്കെ പുതുയുഗ യാത്രയുടെ പ്രഭവം വർദ്ധിപ്പിച്ചു. ഈ പറഞ്ഞതിൽ ഇന്നലെ സംഭവം ഈ 7 കോടിയുടെ സീറ്റ് സംബന്ധിച്ച് AICC നേതൃത്വത്തിൽ ഉൾപ്പെടെയുള്ള ആളുകൾ അത് സംബന്ധിച്ച് അങ്ങയുടെ എനിക്കറിയില്ല അങ്ങനെ ഞാൻ പറയാം അല്ല എനിക്ക് അറിയാത്ത അറിയാമെന്ന് പറയാനോ അത് അറിഞ്ഞാൽ നിങ്ങൾക്ക് മറുപടി പറയാം. ഞാൻ മുഖ്യമന്ത്രിയോടല്ലോ 50 മിനിറ്റ് സംസാരിച്ച് 4 പേര് 2 ചോദ്യം കൈകളിൽ 2 ചോദ്യം വ്യവസായം ചോദിച്ച് 5ാമത്തെ ചോദ്യം നിങ്ങളാണെങ്കിൽ ചോദിക്കേണ്ട സമയമായി എന്നൊരു എഴുന്നേറ്റുകളാണല്ലോ. ഞാൻ മാധ്യമപ്രവർത്തകർ കാണണം എന്ന് പറഞ്ഞാൽ കാണുന്ന ആളാ. ഞാൻ ഈ വിഷയം അറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരെ കാണും. അതിനെ അതാണ് പുതിയ രാഷ്ട്രീയം. അച്ഛനില്ലാത്ത സമയത്ത് അമ്മയ്ക്കുണ്ടായതെന്നാണ് വിളിച്ചത്. ഞാനൊരു മറുപടി പറയുന്നില്ല. ഇവിടെ പുരോഗമന ആശയം ബുദ്ധിജീവികൾ ഇവരുടെയൊക്കെ നിലവാരമാണ് ഇവിടെ പ്രകടിപ്പിച്ചത്. നിലവാരം അല്ലല്ല, ഞാൻ എനിക്കറിയാത്ത നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ, എനിക്കറിയാത്ത വിഷയം നിങ്ങൾ എന്നോട് ചോദിക്കണ്ടേ. അറിഞ്ഞെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞു. പിന്നെ അദ്ദേഹം ചോദിച്ചോണ്ടിരിക്കുന്നത് വേറൊന്നുമില്ല. എന്നോടുള്ള ആ വിഷയത്തിൽ ഇവിടെ പുതിയ യാത്രയുമായി ബന്ധപ്പെട്ട പത്രസമ്മേളനവും ഞങ്ങൾ ആ വിഷയം പറഞ്ഞു. വേറെ എന്തെങ്കിലും ചോദ്യം എങ്ങനെയാണ് തന്നെ ആദ്യമായ അവസരം വരെ ചോദിച്ചുകൊണ്ടിരിക്കില്ല. വേറെ പത്രപ്രവർത്തകരും മാധ്യമപ്രവർത്തകരും ചോദിക്കുന്ന തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് 7 പ്രാവശ്യം ചോദിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല. എന്താണെന്ന് വേറെ എനിക്ക് എങ്ങനെ അറിയാവുന്നത് 7 പ്രാവശ്യം ചോദിച്ചിട്ട് ബാക്കിയുള്ള മാധ്യമപ്രവർത്തകർക്ക് ചോദിക്കാൻ അവസരം കൊടുക്കാതിരിക്കുക. അതൊക്കെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ എന്തെങ്കിലും വേണ്ട. അത് BJP ജനങ്ങളുടെ ഏർപ്പാടാണ്. പ്രിയങ്ക ഗാന്ധിയുടെ വീട്ടിലേക്ക് മാർച്ചെടുത്ത് ഓഫീസിൽ ശബരിമലയുടെ സ്വന്തം CPM അത് CPM BJP എന്നുള്ള കാണുകയാണ്. അല്ലാതെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഡെപ്യൂട്ടി സ്പീക്കറുടെ നേതൃത്വത്തിൽ നടന്നു, MLA-മാരുടെ നേതൃത്വത്തിൽ നടന്നു. ഒരു ബുദ്ധിജീവിയായ ഒരു വനിതാ യുവജന നേതാവിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രകടനത്തിൽ വിളിച്ച മുദ്രാവാക്യം കേട്ട ഇതാണ് കേരളത്തിലെ SFI-യും DYFI-യും. ഇതാണ്. എന്നിട്ട് ഇവര് സംസ്കാര സമ്പന്നരാണ്, പുരോഗമന ആശയക്കാരാണെന്ന് പറയുന്നു. അവര് വിളിച്ച മുദ്രാവാക്യം കേരളം അത് മറക്കില്ല. ഇവരുടെ യഥാർത്ഥ സംസ്കാരമാണ് പുറത്തു വന്നത്. യഥാർത്ഥ സംസ്കാരം. അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് നേതാക്കന്മാർ ഇറങ്ങിയിട്ട്. അല്ലെ ഞാൻ പറയുന്നത് ME ഗോവിന്ദൻ പറഞ്ഞത് യേശുക്കാര് പോയി മന്ത്രിയുടെ പെടലിയും കയ്യും പിടിച്ച് തിരിച്ചെന്നാണ്. ആലോചിച്ച് നോക്കിയേ. അദ്ദേഹത്തെ പോലെ ആ സ്ഥാനത്തിരിക്കാൻ അദ്ദേഹം യോഗ്യനല്ല. അദ്ദേഹത്തിനെതിരായിട്ട് കലാപത്തിന് കേസെടുക്കണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. എന്താ കരിങ്കുടി പ്രകടനം നടത്താൻ പാടില്ലേ? ഒന്നുകൂടി പറഞ്ഞേ. അങ്ങനെയാണ് ചെയ്തത്.
അവര് കരിങ്കൊടി പ്രകടനം നടത്തി. അങ്ങനെയാണ് എല്ലാവരും നടത്തുന്നത്. എല്ലാവരും അങ്ങനെയാണ് നടത്തുന്നത്. കരിങ്കൊടി പ്രകടനം നടത്തുന്നത് പോലെ നടത്തിയിട്ടുള്ള ഒരു വ്യത്യാസമില്ല. ഒരു കുഴപ്പമില്ല. ആർക്കെതിരെയും പ്രതിഷേധ പ്രകടനം നടത്താം. അല്ല, നിങ്ങള് ഈ കൈരളിക്കാരുടെ പ്രത്യേക അഡ്വൈസ് വേണ്ട. എങ്ങനെയാണ് സമരം നടത്തേണ്ടതെന്ന്, കരിങ്കൊടി പ്രകടനം എങ്ങനെ നടത്തണമെന്ന് പിള്ളേർക്ക് അറിയാം. അവർ നടത്തും. അല്ല, നിങ്ങളുടെ അഡ്വൈസ് വേണ്ടത്. നിങ്ങൾ കൈരളിക്കാരുടെ നിർദ്ദേശം വേണ്ട. ഉമ്മൻചാണ്ടിയുടെ നേർക്ക് കല്ലെഴുതുക മുഖ്യമന്ത്രി ആയിരിക്കുമ്പോ അദ്ദേഹത്തിന്റെ തലമുട്ടിയത് നിങ്ങൾ CPM-കാർ പഠിപ്പിക്കാനോ ഞങ്ങളെ എങ്ങനെയാണ് സമരം ചെയ്യേണ്ടതെന്ന്? ആണോ? മന്ത്രിമാരുടെ മുന്നിലേക്ക്, കാറിന്റെ മുമ്പിലേക്ക് ചാടി വീണത് ആര്? കാറിന്റെ മുന്നിലേക്ക് ചാടി വീണ് കരിങ്കുടി പ്രകടനം നടത്തിയത് P. രാജീവിന്റെ ഒരു പഴയ പടം ഞങ്ങൾ കാണിച്ചല്ലേ? P. രാജീവിന്റെ പഴയ പടം ഞങ്ങൾ കാണിച്ചത്. വേറെ സമര രീതിയല്ലേ എന്താ തെറ്റ്? അല്ല, ഉറപ്പായിട്ടും ഈ പുതിയുഗ യാത്രയാണ് അതിനാണ് പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് മുഴുവൻ അത് തകർക്കാൻ വേണ്ടിയിട്ട്. നന്നായി കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പ്രതിഷേധം കൂടുമ്പോൾ ആള് കൂടിക്കൊണ്ടിരിക്കുക. 50 ബോർഡും 100 ബോർഡും തകർക്കുമ്പോൾ ആ വാശിയിലാണ് UDF പ്രവർത്തകർ ഇറങ്ങിയിരിക്കുന്നത്. ഇതെല്ലാം തകർത്ത് UDF പ്രവർത്തകരുടെ വാശി കൂട്ടി തന്നതിന് ഞാൻ പ്രത്യേകം നന്ദി.